ഇന്നത്തെ വചനചിന്ത, ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് കർത്താവ് വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ഭാരത്തോടുകൂടെ, വേദനയോടുകൂടെ, അസ്വസ്ഥതയോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാദമെടുത്ത് സകല ഭാരത്തെയും ഇറക്കി വയ്ക്കുക. നിങ്ങൾ ചിന്തിക്കുക, ഒരു വർഷം മുഴുവനും അനുഭവിക്കേണ്ട വെല്ലുവിളികളും കഷ്ടപ്പാടുകളെയും ഒരു വലിയ കെട്ടുകളോട് താരതമ്യം ചെയ്യാം. നമുക്കെടുക്കുവാൻ പോലും പറ്റാത്ത വലിപ്പവും ഭാരവുമുള്ള വിറവുകളുടെ ഒരു വലിയ കെട്ട് നമ്മുടെ തലയിൽ. അതുകൊണ്ട് നടക്കുവാൻ പ്രയാസമാണ്. അധികം ചെല്ലുന്നതിന് മുമ്പേ നാം തളർന്നു വീഴും. നമ്മെ ഭാരപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഒരുപോലെ നാം എടുത്ത് നമ്മുടെ മനസ്സിൽ വച്ച് ആലോചിച്ച് വ്യസനപ്പെട്ടാൽ ഇങ്ങനെയാണ്: നമ്മുടെ ഭാരങ്ങളെല്ലാം ഒരേ സമയം സകലതും കൂടെ ചുമക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മുടെ ഭാരങ്ങളുടെ കെട്ടുകൾ ഓരോന്നായി നമുക്ക് തരുന്നു. ഇന്ന് നാം ചുമക്കേണ്ടത്, പിന്നെ നാളെ നാം ചുമക്കേണ്ടത്, അങ്ങനെ ഓരോ നാളും അതിനെ വളരെ ലഘുവായി നമ്മുടെ തോളിൽ നൽകുന്നു. അനുദിനം നമുക്ക് വച്ചിരിക്കുന്ന ഭാരങ്ങൾ എടുത്താൽ നമുക്ക് ജീവിതം വളരെ സമാധാനമായി കൊണ്ടുപോകുവാൻ സാധിക്കും. എന്നാൽ നാം നമ്മുടെ ഭാരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഇന്നലത്തെ ഭാരങ്ങൾ വഹിക്കുന്നു. നാം നാളത്തെയും അടുത്ത മാസത്തെയും, എന്തിനേറെ പറയുന്നു, നമ്മുടെ ഭാവിയിലെ സകല ഭാരങ്ങളെയും ഒരു വലിയ കെട്ടായി കൊണ്ടു നടക്കുന്നു. അത് നമ്മെ, മനസ്സിനെ തളർത്തുന്നു. നാളെ താങ്കളുടെ ഭാവി എന്തായിത്തീരും? പരീക്ഷയിലെ പരാജയത്തെയും ജീവിതത്തിലെ തോൽവികളെയും, നാളെ പിടിച്ചെടുക്കുവാൻ സാധ്യതയുള്ള രോഗത്തെയും, അങ്ങനെയെല്ലാം താങ്കളുടെ ഹൃദയത്തിൽ താങ്കൾ വഹിക്കുന്നു. എന്നാൽ താങ്കൾ അറിയേണ്ടത്, അനുദിനം താങ്കളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പരിഹാരം അന്നന്ന് ദൈവം കരുതി വച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. നമ്മുടെ മനോബലം, മനോശക്തി എല്ലാം കേന്ദ്രീകരിക്കുന്നത് അനുദിന ഭാരങ്ങൾ വഹിക്കുന്നതിനാലാണ്. അതിനു പുറമെ ഓരോ ദിവസത്തെ കാര്യങ്ങൾക്കും ആവശ്യമായ ദൈവകൃപയും ദൈവം നൽകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ, ഭാവിയിലെ ഭാരത്തെ ഓർത്ത് വീർപ്പ് മുട്ടിക്കൊണ്ട് നാം നടക്കുന്നത് നല്ലതാണോ? നമ്മുടെ വഴിയിൽ നാം തളർന്നു വീഴുകയല്ലേ ചെയ്യുന്നത്? നാം പതറിപ്പോകുകയല്ലേ ചെയ്യുന്നത്? കാലിടറുകയും തളർന്നു പോവുകയും സാധ്യത വളരെയേറെയാണ്. എന്നാൽ ഭാരം, അത് താങ്ങുവാനുള്ള ദൈവകൃപ, അത് പ്രാപിപ്പാൻ അനുദിനം നാം ഒരുങ്ങിയിരിക്കുക. ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. നാളത്തേക്കുള്ള നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം കരുതിക്കൊള്ളും. കഴിഞ്ഞ ദിവസത്തെ വേദനകൾ എന്തിനാണ് നാം എന്നും ചുമക്കുന്നത്? നാളത്തെ ഭാരങ്ങൾ അത് വെളിപ്പെടും. നാളത്തെ ഭാരങ്ങൾ അത് വെളിപ്പെടും മുമ്പേ എന്തിനാണ് അവയെക്കുറിച്ച് ഓർത്ത് നാം ആകുലചിന്തരാകുന്നത്? ഇന്നത്തെ സന്തോഷവും കവർന്നെടുക്കുവാൻ ശക്തിയുള്ള അനാവശ്യമായ ഭാരങ്ങൾ നാം തിരിച്ചറിഞ്ഞ് താഴെയിടണം. അന്നുള്ള ഭാരങ്ങൾ സന്തോഷത്തോടുകൂടെ സ്തോത്രം ചൊല്ലി വഹിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു സമാധാനമുണ്ട്. താങ്കളുടെ ഭാരം താങ്കൾ കൂട്ടരുത്. നമ്മുടെ ഇന്നത്തെ വേദനകൾ താങ്ങുവാനുള്ള ശേഷി കുറയ്ക്കുവാൻ ഈ ഭാരങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ സന്തോഷത്തിൻ്റെ ചിരി നമ്മിൽ നിന്നും മാറുവാൻ ഈ ഭാരങ്ങൾക്ക് ശേഷിയുണ്ട്. നമ്മുടെ ചിരി നമ്മിൽ നിന്ന് മാറ്റുവാനുള്ളതല്ല. ഒരുപക്ഷെ നാളെ നടക്കാമെന്ന് കരുതുന്ന പരാജയം, അവിടെ കാൽ ഇടറുകയില്ല. ഭാരത്തെ മറികടക്കുന്നതിന് പ്രാർത്ഥന ആവശ്യമാണ്. നമ്മുടെ ഭാരങ്ങളെ വിശ്വാസത്തോടുകൂടെ ദൈവകരങ്ങളിൽ കൊടുക്കുക. ആശങ്കകളുടെ ആരംഭം വിശ്വാസത്തിൻ്റെ അവസാനമാണ്. വിശ്വാസത്തിൻ്റെ ആരംഭം ആശങ്കകളുടെയും ആരംഭമാണ്. ഇന്നത്തെ സൂര്യപ്രകാശത്തിലേക്ക് നാളത്തെ കാർമേഘങ്ങളെ നാം കൊണ്ടുവരരുത്. ഭയം ഒരിക്കലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ സഹായിക്കുന്നില്ല. ഭയം പ്രശ്നങ്ങളെ വെളിപ്പെടുത്തി കൊണ്ടുവരും. അതിനു മുമ്പ് നാം ഭയത്തെ കീഴടക്കണം. ശത്രു നമ്മെ കീഴടക്കുന്നത് ഭയത്തിലൂടെയാണ്. എന്നാൽ നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ ആ പ്രശ്നത്തെ മറികടക്കുവാനുള്ള ദൈവശക്തി നമുക്ക് ലഭിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചനത്തിൽ കാണപ്പെടുന്നുണ്ട്: ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ?
ആകാശത്തിലെ പറവകളെ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾക്ക് വേണ്ടി കരുതുന്ന സ്വർഗത്തിലെ അപ്പനുണ്ട്. താങ്കളുടെ ഭാരം ചുമക്കുന്ന അപ്പൻ താങ്കളുടെ കൂടെയുണ്ട്. ഇസഹാക്ക് വിറകുമായി നടക്കുമ്പോൾ അപ്പനായ അബ്രഹാം പിന്നിൽ നിന്ന് ആ വിറകിനെ ഒന്ന് താങ്ങിയതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കൾ ചുമക്കുന്ന വിറക് കെട്ടുകളെ ഇറക്കി വയ്ക്കുവാൻ അപ്പൻ കൂടെയുണ്ട്. താങ്കൾ അനുഭവിക്കുന്ന വേദന, താങ്കൾ അനുഭവിക്കുന്ന പരാജയം, താങ്കൾ അനുഭവിക്കുന്ന നിന്ദ, സകലത്തെ കാണുന്ന അപ്പൻ താങ്കളുടെ കൂടെയുണ്ട്. ഭാരത്തെ തോളിൽ കയറ്റിയത് അപ്പനാണെങ്കിൽ അത് ഇറക്കുവാൻ ഒരു മോറിയമല അപ്പൻ കരുതിയിട്ടുണ്ട്. അവയെ ഇറക്കും, ആ ഭാരത്തെ ചാരമാക്കും. സന്തോഷത്തോടു കൂടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, ദിവസം ലഭിക്കുന്ന ചെറിയ ചെറിയ ഭാരങ്ങൾ മാത്രം ചുമന്ന് നാളത്തെക്കുറിച്ച് ആകുലചിന്തരാകാതെ വിശ്വാസത്തിൽ മുന്നേറുവാൻ, ഭാരങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വയ്ക്കുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.